നമസ്കാരം. വാർത്തകൾ തുടരുകയാണ്. കോട്ടയത്ത് ബിജെപിയുടെ പ്രകടനത്തിനിടെ CITU പ്രവർത്തകന് മർദ്ദനം. ബിജെപി നടത്തിയ പ്രകടനത്തിലാണ് സംഘർഷമുണ്ടായത്. ഏറ്റുമാനൂരിലെ CPM പ്രവർത്തകർ ബിജെപി പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. ബിജെപി പ്രകടനത്തിനിടെയാണ് അതിക്രമം ഉണ്ടായിരിക്കുന്നത്. CITU പ്രവർത്തകന് മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, ഇതെപ്പോഴാണ് ഈ സംഘർഷം അരങ്ങേറിയത്? മർദ്ദനമേറ്റ ആൾക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ടോ? എന്തായിരുന്നു ഈ അതിക്രമത്തിന് കാരണം? പക്ഷേ ഇന്ന് രാവിലെ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഏറ്റുമാനൂരിലുള്ള മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ മാർച്ചിൽ CPM-ന്റെ കൊടിമരം നശിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് CPM പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരുമായി രാവിലെ ഏറ്റുമാനൂരിൽ വെച്ച് ചില സംഘർഷങ്ങളൊക്കെ തന്നെ ഉണ്ടായി. ആ സംഘർഷത്തിലുമായി ബന്ധപ്പെട്ട് ചില BJP പ്രവർത്തകരെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് കോട്ടയം നഗരത്തിൽ BJP ഇത്തരത്തിലൊരു മാർച്ച് പ്രകടനമൊക്കെ നടത്തിയത്. ആ പ്രകടനത്തിനിടയിലാണ് CIT പ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. വൈകിട്ട് 7 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 2 CIT പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത്. ആനന്ദ്, അനൂപ് എന്നീ 2 CIT പ്രവർത്തകർക്കാണ് ഈ BJP പ്രവർത്തകരിൽ നിന്ന് മർദ്ദനം ഉണ്ടായത്. വൈകിട്ട് 7 മണിക്ക് നടന്ന പ്രകടനമാണ്. എന്തായാലും ഈ പരിക്കേറ്റ 2 പേരുടെയും ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരും കോട്ടയം ജനറൽ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. ശരി, ഷിനോജ് എസ് ടി ആണ് വിവരങ്ങൾ നൽകിയത്. പരിക്കേറ്റിട്ടുള്ള CITU പ്രവർത്തകരുടെ പരിക്ക് അത് സാരമുള്ളതാണ്, ഗുരുതരമാണെന്നുള്ള വിവരം കൂടിയാണ് ഷിനോജ് നടക്കാം.